ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഈസി ലേൺ PSCയിലേക്ക് സ്വാഗതം. 2023 10th ലെവൽ മെയിൻസിൻ്റെ മൊത്തം 7 എക്സാം നടന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഇംഗ്ലീഷ് ചോദ്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കഴിഞ്ഞ ദിവസം മലയാളത്തിൻ്റെ ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ LDC പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും കഴിഞ്ഞ വർഷങ്ങളിൽ നടന്നിട്ടുള്ള LDC ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ചെയ്ത് നോക്കുന്നത് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അപ്പം നമുക്ക് പെട്ടെന്ന് തുടങ്ങാം. യൂസ് ദ കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ് ഫോർ ദി ഫോളോയിങ് സെൻറ്റൻസ്. സുമ ബ്രോക്ക് ദ ഗ്ലാസ്. ബ്രോക്ക് എന്ന് പറയുമ്പോൾ V2 ഫോമാണ്. ബ്രേക്ക്, ബ്രോക്ക് രണ്ടാമത്തെ ഫോമാണ് ബ്രോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഡിഡ് വരും. ഇതിനകത്ത് തന്നിരിക്കുന്നത് ക്വസ്റ്റ്യനകത്ത് നോട്ടില്ല, അപ്പോൾ നോട്ട് ചേർക്കണം. ഡിഡിൻ. സുമ എന്ന് പറയുന്നത് ഗേൾ ആയതുകൊണ്ട് ഡിഡിൻ ഷീ. ഡ്രഗ്സ് ആൻഡ് ലിക്കർ ഡാഷ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. ആൻഡ് വെച്ച് രണ്ട് കാര്യങ്ങൾ കണക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ യൂസ് ചെയ്യേണ്ടത്? പ്ലൂറൽ വെർബാണ് യൂസ് ചെയ്യേണ്ടത്, ആർ. പിക്ക് ഔട്ട് ദ കറക്റ്റ് സ്പെല്ലിംഗ് ഫ്രം ദി ഫോളോയിങ് ഓപ്ഷൻസ്. ലേസിനെസ്. ലേസിനെസ്സിൻ്റെ കറക്റ്റ് സ്പെല്ലിംഗ് ഏതാണ്? ലേസിനെസ്. LAZINESS. നെക്സ്റ്റ് വൺ. ലില്ലി ഗേവ് അപ്പ് ദ സ്ട്രഗിൾ ഇൻ ഡാഷ്. ലില്ലി ഗേവ് അപ്പ് ദ സ്ട്രഗിൾ ഇൻ ഡാഷ്. ലില്ലി ഗേവ് അപ്പ് ദ സ്ട്രഗിൾ ഇൻ ഡെസ്പയർ. ഡെസ്പയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാതെ ഇതുകൊണ്ട് നമ്മൾ ഒന്നും ചെയ്യാതിരിക്കുന്ന അവസ്ഥയാണ് ഡെസ്പയർ എന്ന് പറയുന്നത്. ദ ഫീലിംഗ് ദാറ്റ് ദർ ഈസ് നോ ഹോപ്പ് ആൻഡ് ദാറ്റ് യു ക്യാൻ ഡു നത്തിങ്. അതാണ് നമുക്കൊരു പ്രതീക്ഷയില്ലാത്തതുകൊണ്ട് നമ്മൾ ഒന്നും ചെയ്യാതിരിക്കുന്ന അവസ്ഥയാണ് ഡെസ്പയർ എന്ന് പറയുന്നത്. അപ്പോൾ ലില്ലി ഗേവ് അപ്പ് ദ സ്ട്രഗിൾ ഇൻ ഡെസ്പയർ. മിസ്റ്റി പ്ലേസ് എ ഡാഷ് റോൾ ഇൻ ദ ഫിലിം. മിസ്റ്റി പ്ലേസ് എ ഡാഷ് റോൾ ഇൻ ദ ഫിലിം. ഡബിൾ റോൾ എന്ന് പറയുന്നത് എന്താ? മിസ്റ്റി പ്ലേസ് എ ഡാഷ് റോൾ ഇൻ ദ ഫിലിം. ഏതാ? ഡ്യുവൽ. ഏത് വരും? DUAL ആണ് വരുന്നത്. ഡബിൾ റോളിന് യൂസ് ചെയ്യുന്നത് DUAL. അപ്പോൾ DUEL എന്തിനു വേണ്ടിയാണ്? DUEL എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈറ്റ് ബിറ്റ്വീൻ 2 പേഴ്സൺ ആണ്. DUEL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈറ്റ് ബിറ്റ്വീൻ 2 പേഴ്സൺ. നെക്സ്റ്റ് വൺ. ആൻറ്റണിം ഓഫ് ഡസ്ക്. ഡസ്കിൻ്റെ ആൻറ്റണിം എന്തുവാണ്? ഡോൺ. ഡസ്ക്, ഡോൺ. ഓപ്പോസിറ്റ് ജെൻഡർ ഓഫ് ഡ്രേക്ക്, ഡക്ക്. റൊണാൾഡ് ഈസ് കമ്മിങ് ഡാഷ് ആൻഡ് എയ്റോപ്ലെയിൻ. ഏതാ പറയുന്നത്? ബൈ. ഇരുചക്ര വാഹനങ്ങൾ, ബസ്, ട്രെയിൻ തുടങ്ങിയ വാഹനങ്ങളുടെ മുമ്പിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഓൺ ആണ്. ഇരുചക്ര വാഹനങ്ങൾ, ബസ്, ട്രെയിൻ എന്നിവയ്ക്ക് മുമ്പിൽ നമ്മൾ ഓൺ ആണ് ഉപയോഗിക്കുന്നത്. കാർ ആണെങ്കിൽ ബൈ ആണ്. ഓക്കെ. റൊണാൾഡ് ഈസ് കമ്മിങ് ബൈ ആൻ എയ്റോപ്ലെയിൻ. ബൈ കാർ. ബസ്, ട്രെയിന്, ബൈക്ക് ആണെങ്കിൽ ഓൺ. ഓക്കെ. നെക്സ്റ്റ് വൺ. രമേഷ് സോ എ ഈഗിൾ ഇൻ ദ സൂ. കറക്റ്റ് ചെയ്യാനാണ് വന്നിരിക്കുന്നത്. വവൽ സൗണ്ടിന് മുമ്പിൽ എന്താണ് ചേർക്കേണ്ടത്? എ ഈഗിൾ എന്ന് വരുമോ? ആൻ ഈഗിളിനെ വരത്തുള്ളൂ. ഓപ്ഷൻ എ ആണ് വരുന്നത്. വവൽ സൗണ്ടിന് മുമ്പിൽ ആൻ. വവൽ സൗണ്ട് എന്ന് പറയുമ്പം I സ്വരാക്ഷരങ്ങൾ വരുന്നതിന് മുമ്പിൽ ആൻ ചേർക്കുക. കൺസണൻ്റ് എന്ന് പറയുമ്പോൾ കായ്ക്ക അതിൽ ഫുള്ള് വരുന്ന ആ സൗണ്ട് വരുന്നതിന് മുമ്പിൽ എ ചേർക്കുക. നെക്സ്റ്റ് വൺ. ചേഞ്ച് ദ ഫോളോയിങ് സെൻറ്റൻസ് ഇൻ ടു പാസീവ് വോയിസ്. കമല ലവ്സ് മിനി. തന്നിരിക്കുന്ന സെൻറ്റൻസ് ഒരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. അതായത് സബ്ജക്റ്റും
V1 ഫോമും ഒബ്ജക്റ്റീവ് മാത്രമുള്ള സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ് വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ അതിനെ പാസീവിലേക്ക് മാറ്റുന്നത് എങ്ങനെയാണ്? ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ പ്ലസ് V3 ഉപയോഗിക്കും. ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ പ്ലസ് V3 ഉപയോഗിക്കും. അങ്ങനെ വരുമ്പോൾ ഏത് ആൻസർ വരുന്നത്? മിനി ഈസ് ലൗഡ് ബൈ കമല. തന്നിരിക്കുന്നത് സിമ്പിൾ പ്രസൻറ്റ് ആയതുകൊണ്ട് അതിന് പാസീവിലേക്ക് മാറ്റുമ്പോൾ എന്ത് വരും? ഈസ് അല്ലെങ്കിൽ ആർ ഓർ ആം പ്ലസ് V3 വരും. ഇവിടെ മിനി ഈസ് ലൗഡ് ബൈ കമല. ലവിൻ്റെ V3 ഫോമാണ് ലൗഡ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. The dash part of the novel കാണാലോ. The dash part of the novel is quite interesting. ഏതാ വരുന്നത്? LATTER ഉണ്ട്. അപ്പം നമ്മൾ ഓരോന്നിൻ്റെ സ്പെല്ലിങ് കറക്റ്റായിട്ട് അറിയണം. LATTER എന്ന് പറഞ്ഞാൽ എന്താ? ബാക്കി ഭാഗം എന്നുള്ളതാണ് LATTER വരുന്നത്. ലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LATER ആണെങ്കിൽ പിന്നീട്, ലേറ്റസ്റ്റ് എന്ന് വെച്ചാൽ പുതിയത്. അപ്പോൾ ദ ഡാഷ് പാർട്ട് ഓഫ് ദി നോവൽ ഈസ് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ്. ബാക്കിയുള്ളതെന്ന് പറയുമ്പോൾ ലാറ്റർ പാർട്ട് ഓഫ് ദി ഓപ്ഷൻ എ ആണ് വരുന്നത്. ദ എക്സ്പാൻഡഡ് ഫോം ഓഫ് CEO, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. CEO, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. ATM എന്താ? ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ. പിന്നെ എന്താ ഉള്ളത്? പിന്നെ ഏതാ? പേഴ്സണൽ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ. BBC എന്താ? ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ. BBC, ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ. URL എന്താ? യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. ബാക്കി ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്ക് വഴിയെ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വൺ. നോബഡി എൻജോയ് ദ മൂവി. ആൻസർ ഏതാ വരുന്നത്? നോബഡി എൻജോയ് ദ മൂവി. ഇതിൽ നോബഡി എന്ന് പറയുമ്പോൾ നമുക്ക് നെഗറ്റീവ് വേർഡ് വന്നു കഴിഞ്ഞു. അപ്പോൾ ടാഗിനകത്ത് നോട്ട് വേണ്ട. അപ്പോൾ നോട്ടുള്ള ടാഗെല്ലാം നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഇനി അടുത്ത് നോബഡി വന്നു കഴിഞ്ഞാൽ ദേ ആണ് വരേണ്ടത്. എൻജോയ്ഡ് V1 V2 ഫോമാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഡിഡ് ദേ എന്നാണ് ആൻസർ വരുന്നത്. ഇറ്റ് ഈസ് ബെറ്റർ ടു കീപ് സൈക്കോഫാൻസ് at an arm's length. It is better to keep sycophants at an arm's length. The week crept along dash slowly dash a snail. തന്നിരിക്കുന്ന ഒരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. പോസിറ്റീവ് സെൻറ്റൻസിന് ഇതിനകത്ത് കണക്ട് ചെയ്യാൻ വേണ്ടി ആസാസ് മാത്രമേ വരത്തുള്ളൂ. ബാക്കിയെല്ലാം നെഗറ്റീവ് ആയിട്ടുള്ള മീനിങ് ആണ് വരുന്നത്. The week crept along as slowly as a snail. Pick out the wrong sentence. The teacher as well as the students has got into the bus. അത് കറക്റ്റാണ്. Plenty of milk is available here. അതും കറക്റ്റാണ്. Time and tide waits for no man. അതും കറക്റ്റാണ്. The manager with all his staff are attending the function. ഇതിനകത്ത് വിത്ത് ഉപയോഗിച്ച് രണ്ട് സബ്ജക്റ്റുകളെ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യത്തെ സബ്ജക്റ്റിനനുസരിച്ചിട്ടായിരിക്കും വെർബ് വരേണ്ടത്. ഇവിടെ ആദ്യത്തെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ മാനേജറാണ്, സിംഗിൾ പേഴ്സണാണ് വരുന്നത്. അപ്പോൾ സിംഗുലറാണ് വരേണ്ടത്. പക്ഷേ ഇവിടെ തന്നിരിക്കുന്നത് പ്ലൂറലാണ്. അതുകൊണ്ട് ഇത് തെറ്റാണ്. ഇവർ ചോദിച്ചിരിക്കുന്നത് തെറ്റായിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആൻസർ ഏതാണ്? ദ മാനേജർ വിത്ത് ഓൾ ഹിസ് സ്റ്റാഫ് ആർ അറ്റൻഡിങ് ദ ഫംഗ്ഷൻ. അതാണ് തെറ്റ്. ഈസ് അറ്റൻഡിങ് ദ ഫംഗ്ഷൻ ആയിരുന്നു വരേണ്ടത്. എന്തുകൊണ്ടെന്നാൽ വിത്ത് വെച്ച് കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ സബ്ജക്റ്റിൽ ആദ്യത്തെ സബ്ജക്റ്റിനനുസരിച്ചിട്ടാണ് ആൻസർ വരേണ്ടത്. ആദ്യത്തെ സബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ട് ഇവിടെ ഈസ് ആയിരുന്നു വരേണ്ടിയിരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. പിക്ക് ഔട്ട് ദ റോങ്ലി സ്പെൽഡ് വേർഡ്സ്.
ഇതിനകത്ത് റോങ്ലി സ്പെൽറ്റ് ആയിട്ടുള്ള ഡെലിഗേറ്റ് ആണ്. DELEGATE ആണ്. DELEGATE എന്നാണ് പറയുന്നത്. ഡെലിഗേറ്റ്. ഡെലിഗേറ്റ്. നെക്സ്റ്റ് വൺ, ഇഫ് എ പേഴ്സൺ if a person cannot be ശരിയല്ലോ if a person cannot be defeated he is called an invincible. if a person cannot be defeated he is called an invincible. ഇൻവിൻസിബിൾ എന്ന് പറഞ്ഞാൽ ഡിഫീറ്റ് ചെയ്യാൻ പറ്റാത്തത്. ഇൻവിൻസിബിൾ. അപ്പോൾ ഇമ്മോർട്ടൽ എന്താ? ലിവിങ് ഫോർ എവർ ആണ് ഇമ്മോർട്ടൽ. ഇമ്മോർട്ടൽ എന്താണ്? ലിവിങ് ഫോർ എവർ. ഇനിമിറ്റബിൾ, something that cannot be imitated. Inimitable, something that cannot imitate. Infallible എന്ന് പറഞ്ഞാൽ incapable of making errors. Infallible means incapable of making errors. Which word is a not a synonym of lazy? ലേസിയുടെ സിനോണിം അല്ലാത്ത വേർഡ് ഏതാണ്? ലേസിയുടെ സിനോണിം അല്ലാത്തത് incessant. incessant എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ലേസിയുടെ ഓപ്പോസിറ്റ് സിനോണിമായിട്ട് വരാത്ത വേർഡാണ് ഇൻസിസ്റ്റൻറ്റ്. ഇൻസിസ്റ്റൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിലയ്ക്കാത്ത എന്നുള്ള മീനിങ് ആണ് വരുന്നത്. ഇൻസിസ്റ്റൻറ്റ്, നിലയ്ക്കാത്ത. ഇൻഡോളൻറ്റ്, സ്ലോത്ത്ഫുൾ, ഐഡിൽ, അത് മൂന്നും ലേസിയുടെ സെയിം വേർഡ് തന്നെയാണ്, സെയിം മീനിങ് തന്നെയാണ് വരുന്നത്. പിക്ക് ഔട്ട് ദ പാസീവ് ഫോം ഓഫ് ദി സെൻറ്റൻസ്. വേർ ഡിഡ് ഷീ ഹൈഡ് ദ നെക്ലേസ്? ഏതാ പറയുന്നത്? വേർ ഡിഡ് ഷീ ഹൈഡ് ദ നെക്ലേസ്? Where was the necklace hidden? Where was the necklace hidden? WH വേർഡ്സിൽ ആരംഭിക്കുന്ന ചോദ്യവാക്യങ്ങൾ പാസീവിലേക്ക് മാറ്റുമ്പോൾ ക്വസ്റ്റ്യൻ വേർഡ് പ്ലസ് ഓക്സിലറി വെർബ് പ്ലസ് ഒബ്ജക്റ്റീവ് പ്ലസ് V3 ഫോമിൽ വരണം. ക്വസ്റ്റ്യൻ വേർഡ് വേർ പ്ലസ് ഓക്സിലറി വെർബ് പ്ലസ് ഒബ്ജക്റ്റീവ് പ്ലസ് V3 ഫോമിൽ വേണം വരാൻ. അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. വേർ വാസ് ദ നെക്ലേസ് ഹിഡൻ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. We have moved dash from that location. We വരുമ്പോൾ ഏതായിരിക്കും വരേണ്ടത്? ourself. We have moved ourselves from that location. The cat was sleeping dash the tree. അടിയിൽ എന്നുള്ള മീനിങ് വരുമ്പോൾ under. By the time it started raining we dash home. രണ്ട് കാര്യങ്ങൾ പാസ്റ്റിൽ നടക്കുമ്പോൾ ആദ്യം നടന്ന കാര്യം പാസ്റ്റ് പെർഫെക്റ്റിലും പിന്നീട് നടന്നത് സിമ്പിൾ പാസ്റ്റിലുമാണ് വരുന്നത്. അങ്ങനെ വരുമ്പോൾ ഏത് വരും? ബൈ ദ ടൈം ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ് വി ഹാഡ് റീച്ച്ഡ് ഹോം. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് വൺ, ഐ ഡാഷ് പ്ലേ വയലിൻ വെൻ ഐ വാസ് എ ചൈൽഡ്. ഒരു എബിലിറ്റിയെ സൂചിപ്പിക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ക്യാൻ ആണ്. ഒരു കഴിവിനെ പറയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ക്യാൻ ആണ്. അതിൻ്റെ VT ഫോം കുഡ്. നെക്സ്റ്റ് വൺ, ഐ ആം വെയിറ്റിംഗ് ഫോർ മീനു ഷീ സെഡ്. I am waiting for Minu, she said.
ഏതാ വരുന്നത്? ഷീ സെഡ് ദാറ്റ് ഷീ വാസ് വെയിറ്റിംഗ് ഫോർ മീനു. ഷീ സെഡ് ദാറ്റ് ഷീ വാസ് വെയിറ്റിംഗ് ഫോർ മീനു. ഓപ്ഷൻ ബി ആണ് വരുന്നത്. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലെ ഒരു സെൻറ്റൻസ് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ വരും. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലെ ഒരു സെൻറ്റൻസ് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ വരും. അപ്പോൾ എന്താണ് വരുന്നത്? പാസ്റ്റ് ആകുമ്പോൾ ഷീ സെഡ് ദാറ്റ് ഷീ വാസ് വെയിറ്റിംഗ് ഫോർ മീനു. നെക്സ്റ്റ് വൺ, ഐ ഡാഷ് മൈ ഫ്രണ്ട്സ് പെറ്റ് ഡോഗ് വെൻ ഹീ ഈസ് എവേ. സംരക്ഷിക്കുക എന്നുള്ള അർത്ഥത്തിൽ വരുന്ന ഏതാ? ഐ ലുക്ക് ആഫ്റ്റർ മൈ ഫ്രണ്ട്സ് പെറ്റ് ഡോഗ് വെൻ ഹീ ഈസ് എവേ. നെക്സ്റ്റ് വൺ, ലുക്ക് ത്രൂ എന്ന് പറഞ്ഞാൽ എന്താ? ടു എക്സാമിൻ. ലുക്ക് ത്രൂ മീൻസ് ടു എക്സാമിൻ. ലുക്ക് റൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റും കാണുക എന്നുള്ള, ടു ഗോ ത്രൂ എ പ്ലേസ്, ചുറ്റി കാണുക എന്നുള്ള മീനിങ് ആണ് ലുക്ക് റൗണ്ട്. ലുക്ക് എഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു തിങ്ക് അബൌട്ട് ഫ്യൂച്ചർ. ലുക്ക് എഹെഡ്, ടു തിങ്ക് അബൌട്ട് ഫ്യൂച്ചർ. ദ കിങ്സ് എൽഡസ്റ്റ് സൺ ഈസ് ദ ഡാഷ് ടു ദ ത്രോൺ. അടുത്ത അവകാശി എന്നുള്ള മീനിങ്ങിൽ വരുന്ന ഏത്? HEIR. HARE എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു റൺ അല്ലെങ്കിൽ ഒരു ഗോ വെരി ക്വിക്ക്ലി, അതാണ് HARE വരുന്നത്. HIRE എന്ന് പറഞ്ഞാൽ ടു പേ ടു യൂസ് സംതിങ് ഫോർ എ ഷോർട്ട് പീരീഡ്, കുറച്ച് കാലത്തേക്ക് എന്തെങ്കിലും ഒരു കാര്യം പൈസ കൊടുത്ത് ഉപയോഗിക്കുന്നതാണ് HIRE, ഹയർ. വൺ ഹൂ ഈസ് എൻഗേജ്ഡ് ഇൻ ചാരിറ്റബിൾ വർക്ക്സ്. ഏതാ? ഫിലാന്ത്രോപ്പിസ്റ്റ്. ഫിലാന്ത്രോപ്പിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? വൺ ഹൂ ഈസ് എൻഗേജ്ഡ് ഇൻ ചാരിറ്റബിൾ വർക്ക്. ആംബിഡെക്സ്ട്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംബിഡെക്സ്റ്റർ അല്ല ആംബിഡെക്സ്ട്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് കൈയും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്നതിനാണ് ആംബിഡെക്സ്ട്രസ് എന്ന് പറയുന്നത്. വൺ ഹൂ ഈസ് എബിൾ ടു യൂസ് ബോത്ത് ഹാൻഡ്സ് ഈക്വലി വെൽ. ആന്ത്രോപോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ നരവംശ ശാസ്ത്രജ്ഞൻ. സിനോണിം ഓഫ് ദി വേർഡ് ബിട്രേ. ബിട്രേയുടെ സെയിം മീനിങ് ഏതാണ്? ബിട്രേയുടെ സിനോണിം സെയിം മീനിങ് ഡിസീവ്. ബിട്രേ, ഡിസീവ്, വഞ്ചിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത്. ഐഡൻറ്റിഫൈ ദ മീനിങ് ഓഫ് ദി ഇഡിയം ടു ക്രൈ ഓവർ ദി സ്പിൽറ്റ് മിൽക്ക്. അതിനകത്ത് ആൻസർ ഇല്ലാത്തതുകൊണ്ട് ഇത് ക്യാൻസൽ ചെയ്ത്. വീൽ ആൻഡ് വോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോയ് ആൻഡ് സോൾ. വീൽ ആൻഡ് വോ, ജോയ് ആൻഡ് സോൾ. കിക്ക് ദ ബക്കറ്റ് ടു ഡൈ. റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന പറഞ്ഞേ ഉള്ളൂ. ഒരു ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ ചെയ്യാം. 03623 ആണ്. നോക്കാം. ചേഞ്ച് ദ ഇൻഡയറക്റ്റ് സ്പീച്ച്. ഐ വിസിറ്റഡ് മുംബൈ ലാസ്റ്റ് വീക്ക്. ഐ വിസിറ്റഡ് മുംബൈ ലാസ്റ്റ് വീക്ക്. എങ്ങനെയാണ് വരുന്നത്? കിട്ടിയോ? ഐ വിസിറ്റഡ് മുംബൈ ലാസ്റ്റ് വീക്ക്. ഓപ്ഷൻ ആൻസർ കിട്ടുമോ? ഡി ആണ് വരുന്നത്. റാണി സെഡ് ദാറ്റ് ഷീ ഹാഡ് വിസിറ്റഡ് മുംബൈ. റാണി സെഡ് ദാറ്റ് ഷീ ഹാഡ് വിസിറ്റഡ് മുംബൈ ലാസ്റ്റ് വീക്ക്. സിമ്പിൾ പാസ്റ്റ് ടെൻസിലെ ഒരു സെൻറ്റൻസ് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കും. സിമ്പിൾ പാസ്റ്റ് ടെൻസിലെ ഒരു സെൻറ്റൻസ് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യും. അപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുമ്പോൾ ഹാഡ് പ്ലസ് V3 ആണ് വരുന്നത്. ലാസ്റ്റ് വീക്കിന് പകരം ഇവിടെ ഇതൊന്നും നോക്കിയില്ലെങ്കിൽ തന്നെ നമുക്ക് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് വീക്കിന് പകരം നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്താണ് വരുന്നത്? പ്രീവിയസ് വീക്ക് എന്നാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. അങ്ങനെ തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താം. വാട്ട് ഡസ് ദ പ്രിഫിക്സ് എക്സ്ട്രാ മീൻസ് ഇൻ ദ വേർഡ് എക്സ്ട്രാ ഓർഡിനറി? പ്രിഫിക്സ് എക്സ്ട്രായുടെ മീനിങ് എന്താ വരുന്നത്? ബിയോണ്ട്. എക്സ്ട്രാ ഓർഡിനറിയിലെ എക്സ്ട്രായുടെ മീനിങ് ബിയോണ്ട്. ഫൈൻഡ് ഔട്ട് ദ സ്യൂട്ടബിൾ ആർക്കിടെക്ട് ഫ്രം ദ ചോയ്സ് ഗിവൺ ബിലോ. ഡാഷ് ഈവ് ഈസ് എ ഫീമെയിൽ ഷീപ്പ്. ഏതാ വരുന്നത്?
ഇഫ് എന്ന് പറയുമ്പം ഈ സൗണ്ട് സൈലൻ്റ് ആണ്, അതുകൊണ്ട് എ ആണ് വരുന്നത്. ഇനി എ ഇയർ, എ വരുന്ന കുറച്ച് കാര്യങ്ങൾ എപ്പോഴും ചോദിക്കാറുള്ളത് നോക്കാം. എ ഇയർ, എ യൂറോപ്യൻ, എ യൂണിവേഴ്സിറ്റി, എ യൂണിവേഴ്സിറ്റി. പിന്നെ ഏതാ വരുന്നത്? പിന്നെ വരുന്നത് എ വൺ ഐഡ് മാൻ, എ വൺ ഐഡ് മാൻ. ഇതൊക്കെ പ്രൊനൗൺസിയേഷൻ വരുമ്പോൾ കൺസണൻറ്റ് സൗണ്ടാണ് വരുന്നത്, അതുകൊണ്ട് അതിനൊക്കെ മുമ്പ് എ വരത്തുള്ളൂ. എ ഇയർ, എ യൂറോപ്യൻ, എ യുനാനിമസ്, എ യൂണിവേഴ്സിറ്റി, എ വൺ ഐഡ് മാൻ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഐഡൻറ്റിഫൈ ദ കറക്റ്റ് പ്ലൂറൽ ഫോം ഓഫ് സ്റ്റിമുലസ്. സ്റ്റിമുലസിൻ്റെ കറക്റ്റ് പ്ലൂറൽ ഫോം ഏതാ? ഐഡൻറ്റിഫൈ ദ കറക്റ്റ് പ്ലൂറൽ ഫോം ഓഫ് സ്റ്റിമുലസ്. ഏതാ വരുന്നത്? സ്റ്റിമുലസ്, സ്റ്റിമുലായി. ഫോക്കസ്, ഫോസൈ. പിന്നെ ഏതാ? കാക്ടസ്, കാക്ടൈ. CACTI വരും. ഫംഗസ്, ഫംഗായി. ന്യൂക്ലിയസ്, ന്യൂക്ലിയായി. നെക്സ്റ്റ് വൺ, ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് ആൻസർ ഫോർ ദി കണ്ടീഷണൽ സെൻറ്റൻസ്. ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് വെൽ യു ഡാഷ് ദ ഫസ്റ്റ് റാങ്ക്. ഇവിടെ ഹാഡ് പ്ലസ് V3 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്താ വരുന്നത്? ഹാഡ് പ്ലസ് V3 വരുവാണെങ്കിൽ വുഡ് ഹാവ് പ്ലസ് V3 വരും. അപ്പോൾ ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് വെൽ യു വുഡ് ഹാവ് ഗോട്ട് ദ ഫസ്റ്റ് റാങ്ക്. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വിത്ത് ദ കറക്റ്റ് ഡിഗ്രി ഓഫ് കമ്പാരിസൺ. ദ എക്സാം ഈസ് ഡാഷ് ദാൻ ദ ലാസ്റ്റ് വൺ. എക്സാം ഈസ് ഈസിയർ ദാൻ ദ ലാസ്റ്റ് വൺ. വാട്ട് ഈസ് ദ സിനണിം ഓഫ് സോ? സോറിൻ്റെ സെയിം മീനിങ് വരുന്ന ഏതാ? സോർ. ഈ ക്വസ്റ്റ്യനും ക്യാൻസൽ ചെയ്താണ്. സോറിൻ്റെ സെയിം മീനിങ് വന്ന് ഈ ക്വസ്റ്റ്യനും ക്യാൻസൽ ചെയ്തതാണ്. നെക്സ്റ്റ് വൺ, സെലക്ട് ആൻ അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻ ടാഗ് ഫോർ ദി ഫോളോയിങ് സെൻറ്റൻസ്. ഐ ആം ആൻ ആർട്ടിസ്റ്റ്. ആം പ്ലസ് നോട്ട് വരുമ്പോൾ ആറിൻറ്റ്. ഫൈൻഡ് ഔട്ട് ദ മീനിങ് ഓഫ് ദി വേർഡ് അപ്പാർത്തൈഡ്, സെപ്പറേറ്റ്നെസ്. ഇനി നമുക്ക് 4 ക്വസ്റ്റ്യൻ പേപ്പറും കൂടി ചെയ്യാനുണ്ട്. അപ്പം അത് നമുക്ക് നെക്സ്റ്റ് ഡേ ചെയ്യാം. നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. വാട്ട് ഈസ് ദ മാസ്കുലിൻ ജെൻഡർ ഓഫ് ഡച്ചസ്? ഡ്യൂക്ക്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.